ഹലോ ഗായ്സ്, അപ്പം ഇന്ന് നമ്മുടെ അപ്പാടെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നിവിടെ ഒരു ഹോട്ടലിൽ വന്നേക്കുവാണ്. അപ്പം ആ ഹോട്ടലിൻ്റെ പേര് കോട്ടയം നൈറ്റ്സ് എന്നാണ്. നൈറ്റ് കാണിച്ചുതരാം. കോട്ടയം നൈറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഹോട്ടൽ. കോട്ടയം നൈറ്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഹോട്ടലിലേക്ക് കയറിച്ചെല്ലാം. ഹോട്ടൽ നല്ല പൊളി ഹോട്ടലാണ് കേട്ടോ, ഒന്നും പറയണ്ട, പൊളി ഹോട്ടലാണ്. ഇതിനു മുമ്പേ ഞങ്ങൾ എപ്പോഴും വരുന്നത് ഈ ഒരു ഹോട്ടലിൽ തന്നെയാണ്. പൊളി ഹോട്ടൽ എന്ന് പറഞ്ഞാൽ പൊളി ഹോട്ടലാണ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഹോട്ടലിൻ്റെ അകത്തോട്ട് കയറുന്ന ഭാഗം. അപ്പം നമുക്കൊന്ന് അകത്തോട്ട് പതുക്കെ കയറാം. ഇവിടെ തന്നെ ജ്യൂസസിൻ്റെ യൂസ് ആയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ അകത്തോട്ട് കയറുന്നത്. അത് ഇവിടെ മിഠായിസിൻ്റെയാണ് ഇവിടെ. അപ്പം അവിടെ അപ്പായം നോക്കിയിട്ടുണ്ട്. ഇതാണ് ഹോട്ടലിൻ്റെ സീറ്റ് കേട്ടോ. അതെ, അപ്പായം വേണ്ടി ഇരിപ്പുണ്ട്. അപ്പം ഞങ്ങളിവിടെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, കൊണ്ടുവരും. അപ്പം നല്ലൊരു ഹോട്ടലാണ്. ഇതാണ് ഓരോ സീറ്റുകൾ കേട്ടോ. പിന്നെ ഇതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട് ഇവിടെ ഫുഡ് കുറച്ച് താമസിച്ചേ കിട്ടത്തുള്ളൂ. അവിടെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഫുഡ് താമസിച്ചേ കിട്ടത്തുള്ളൂ, പക്ഷെ നല്ല ഹോട്ടലാണ്. ഫുഡ് താമസിച്ചേ കിട്ടത്തുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരം തന്നെ ഉണ്ടാക്കി തരും. അതുകൊണ്ട് ഫുഡ് കുറച്ച് താമസിച്ചേ കിട്ടത്തുള്ളൂ എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ നല്ല ഫുഡും കൂടെയാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 5 ദൂരമുണ്ട്, 5 കിലോമീറ്റർ ദൂരമുണ്ട്. എന്നിട്ട് ഞങ്ങൾ ഇവിടെ വരാം. നല്ല ഫുഡൊക്കെയാണ്, അതുകൊണ്ട് നല്ലൊരു ഹോട്ടലാണ്. പിന്നെ ഇത് 1 മണി വരെ ഉണ്ട് ഈ ഒരു ഹോട്ടലിൽ. അപ്പോൾ അതെ, ചിന്നു ഇവിടെ ഇരിപ്പുണ്ട്. ഹായ് വെച്ചു. ഓക്കെ, അപ്പം വെയിറ്ററും എല്ലാവരും ഉണ്ട് ഇവിടെ. നല്ലൊരു ഹോട്ടലാണ്. ഇത് കേട്ടോ, നമ്മൾ ഇരിക്കുന്ന സീറ്റിൻ്റെ പുറകിൽ ഇങ്ങനെയൊക്കെ വള്ളിയും എല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ ആരും ഇരിക്കുന്നത്. അതെ, ഗ്ലാസ് ഒക്കെ കൊണ്ടുവച്ചിരുന്നു. പിന്നെ ഇവിടെ തിരക്കുള്ളതാണ്. പിന്നെ ഞങ്ങൾ വന്നപ്പോൾ പിന്നെ കുഴപ്പമില്ലായിരുന്നു. ഇതാണ് ഇവിടെ ആൾക്കാർക്ക് ഇതാണ് സ്ഥലം. വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട്. കുഴപ്പമില്ല, ഇവിടെ നല്ലതാണ്. പിന്നെ ഇവിടെ രാത്രി 1 മണി വരെ ഉണ്ട്. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് വരാം. 1 മണിക്ക് ഉള്ളിൽ എപ്പോൾ വേണമെങ്കിലും വരാം. അപ്പം അങ്ങനെ നല്ലൊരു സ്ഥലമാണ്. ഞങ്ങളെപ്പോഴും ഇവിടെ തന്നെയാണ് വരാറ്. അതെ, അമ്മയൊക്കെ ഡിഫറെൻ്റ് ഇരിപ്പുണ്ട്. അമ്മയും ചിന്നുണ്ട്, അമ്മ അവിടെ ഇരിപ്പുണ്ട്. നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുവാണ്. ഇതാണ് പാട്. ഇത്രയും സാധനങ്ങളുണ്ട്. അപ്പം ഇവിടെ നല്ല ഫുഡാണ്. അപ്പം ഞാൻ കാണിച്ചു. അതെ, ഇതിൻ്റെ മേള് ഭാഗമൊക്കെ അതെ, ഇവിടെ ഈ ഗ്രാമീണ ഭംഗിയാണ് ഇവിടെ ഉള്ളത്. ഇലകൾ കയറിൽ ഇങ്ങനെ ഇലകൾ നല്ല ഡിസൈനിൽ നല്ല ഇലകളെല്ലാം വെച്ച് ചെയ്ത്, പിന്നെ മേളാണേലും തന്നെ ഇതേ ലൈറ്റ്സ് എല്ലാം പിടിപ്പിച്ച് ഇത് ഭംഗിയുണ്ട്. ലൈറ്റ്സ് ശരിക്കും കാണുമ്പോൾ അറിയത്തുള്ളൂ, നല്ല ഭംഗിയാണ്. ഇതാണ് നല്ലൊരു രസമുള്ളതാണ്. ഏറ്റുമാനൂർ പേരൂർ റൂട്ടിലാണ് ഇതുള്ളത്. ഫ്ലൈറ്റ് ഒക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഒരു പ്ലേറ്റ് എടുത്തു പ്ലേറ്റ് ഇനി ഫുഡ് കൂടെ കൊണ്ടുവന്നാൽ മതി നമുക്ക്. അത് കൊണ്ടുവന്നാൽ വരെ വെയിറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ പാട്ടൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കേൾക്കാവുന്ന വിധത്തില പാട്ടുണ്ട്. പിന്നെ ഫാനുണ്ട്, AC ഉണ്ട്, എല്ലാം ഉണ്ട്. അതേ, ഫുഡൊക്കെ കൊണ്ടുവന്നു. ഇത് പൊറോട്ടയാണ്. അത് നൂൽ പൊറോട്ട. ഇവിടെ നൂൽ പൊറോട്ട
പൊറോട്ട, പിന്നെ അപ്പം എന്നാ തന്തൂർ റൊട്ടിയുണ്ട്. തന്തൂർ റൊട്ടി അവിടെ ഇരിപ്പുണ്ട്. അപ്പം ഇത്രയുള്ള ഫുഡ് ഒന്നും കൂടെ വരാനുണ്ട്. ഫ്രൈഡ് റൈസ് വരാനുണ്ട്. അത് ഞാൻ ഫ്രൈഡ് റൈസ് പറഞ്ഞായിരുന്നു. ഇനി വരാനുണ്ട്. അവൾ ഇവിടെ ഇത് കഴിക്കുവാണ് പൊറോട്ട. അല്ലാതെ ഏകദേശം വന്നു. എൻ്റെ ഫ്രൈഡ് റൈസ് വന്നില്ലെന്നേ ഉള്ളൂ. അപ്പം ഇന്ന് സാധാരണ പോലെയല്ല, ഇച്ചിരി നേരത്തെയാണ് വന്നത്. സാധാരണ കുറച്ചുകൂടെ താമസിക്കുന്നത്. ഇന്ന് ഇച്ചിരി നേരത്തെയാണ് വന്നത്. ഇവിടെ പിന്നെ പാൽ പൊറോട്ട, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കുറേ ഫുഡ്സ് ഉണ്ട് ഇവിടെ. പാൽ പൊറോട്ട, പിന്നെ എന്നൊക്കെയാണ് ഉള്ളത്, നൂൽ പൊറോട്ട അതേ സെയിം ആണ്. നൂല് പോലെ ഇരിക്കുന്നതേ ഉള്ളൂ. നൂൽ പൊറോട്ട സെയിം. ഇത് ഒറിജിനൽ പൊറോട്ട, ഇത് നൂൽ പൊറോട്ട സെയിം ആണ്. ഇത് നൂല് പോലെ ഇച്ചിരി ഇതാക്കി അവർ ചെയ്യുന്നതേ ഉള്ളൂ. നൂൽ പൊറോട്ട ഇതെല്ലാം ഉണ്ട്. നമുക്ക് എൻ്റെ കൂടെ ഫുഡ് വന്നിട്ട് നമുക്കെല്ലാം കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ഫ്രൈഡ് റൈസ് വരാൻ കുറച്ച് താമസിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെയുണ്ട് ഉള്ള നൂൽ പൊറോട്ട കഴിക്കാൻ പോവാം. ഫ്രൈഡ് റൈസ് വരാൻ കുറച്ച് താമസിക്കും. അതുകൊണ്ട് നമ്മളടുത്ത് നൂൽ പൊറോട്ട എടുത്ത് കറിയും മുക്കി കഴിക്കുകയാണ്. ഞാൻ പാട്ട് കേൾപ്പിച്ചാലും ചെറുതായിട്ട് കേൾക്കാം. അതെൻ്റെ ഫ്രൈഡ് റൈസ് വന്നിട്ടുണ്ട്. അതെൻ്റെ ഫ്രൈഡ് റൈസ് വന്നു. ഫ്രൈഡ് റൈസും സലാഡും അച്ചാറും വന്നു. പകുതി മുക്കാൽ ഞങ്ങൾ തീർത്തു കേട്ടോ കഴിച്ചു. ഇതാണ് ഫ്രൈഡ് റൈസ് കഴിക്കണം. പപ്പടം. ഫ്രൈഡ് റൈസ് ഞാൻ വാങ്ങിച്ചത് ചിക്കൻ ഫ്രൈഡ് റൈസാണ്. ഫ്രൈഡ് റൈസിനകത്ത് പപ്പടം ഉണ്ട്, ചിക്കൻ ഉണ്ട്, മുട്ട ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ അച്ചാറുണ്ട്, സലാഡുണ്ട്. ഇത്ര ഐറ്റംസ് ഉണ്ട്. നമ്മൾ വാങ്ങിച്ചത് കുറേ ഐറ്റംസ് ആണ് കാണിച്ചിട്ട്. ഇപ്പം എല്ലാം നിങ്ങൾക്ക് കാണാം. അത് ഇത് നൂൽ പൊറോട്ട, ശരിക്കും പൊറോട്ട, ഇങ്ങനെ കുറേ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ കഴിക്കുവാണ്. അതേ പാട്ടിലാണ്, കലാപക്കാരിയാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഏറ്റവും അവസാനം എല്ലാം കിട്ടിക്കഴിഞ്ഞുള്ളത്. ഇത് ലൈം ജ്യൂസ് തന്നെ, അവളുടെ മാംഗോ ജ്യൂസ് തന്നെ. ഇതൊക്കെയാണ് ഫുഡുകൾ. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റി ഫുഡാണ്. എനിക്ക് ഫ്രൈഡ് റൈസ് ഒരുപാട് ഇഷ്ടമായി, നൂല് പൊറോട്ട ഇഷ്ടമായി. എല്ലാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്. ഹലോ ഗായ്സ്, അപ്പം ഞാൻ കഴിക്കട്ടെ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാൻ കഴിക്കട്ടെ. അപ്പം നമ്മളിതായി കഴിച്ചു കഴിഞ്ഞു. അപ്പം അങ്ങോട്ട് നടന്നു. അമ്മ ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ വെളിയിലും സീറ്റുണ്ട്, കുറച്ച് സീറ്റുകൾ ഇങ്ങനെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. വെളിയിലും അകത്തെ പോലെ ലൈറ്റ്സും ഒക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഫുഡിൻ്റെ പിക്ചർ പോസ്റ്റുകളൊക്കെ. ഇതിൻ്റെ അകത്തൂടെ കയറി ചെല്ലുമ്പോഴാണ് നമ്മൾ അകത്തെത്തുന്നത്. മുട്ടായി ഒക്കെ വാങ്ങിച്ചു. ചിന്നു മുട്ടായി ഒക്കെ വാങ്ങിച്ചു. ഞങ്ങൾ ഹോട്ടലിലെ പുറത്തിറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ. അപ്പം എന്നെ കോട്ടയം നൈറ്റ് എന്ന് പറയുന്ന ഹോട്ടലിൽ നിന്നുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബായ്. അവിടെയും